വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 7-ാം അധ്യായം 36 മുതലുള്ള തിരുവചനങ്ങൾ. ഫരിസേയരിൽ ഒരുവൻ തന്നോടൊത്ത് ഭക്ഷണം കഴിക്കുവാൻ യേശുവിനെ ക്ഷണിച്ചു. യേശു അവന്റെ വീട്ടിൽ പ്രവേശിച്ച് ഭക്ഷണത്തിനിരുന്നു. അപ്പോൾ ആ പട്ടണത്തിലെ പാപിനിയായ ഒരുവൾ ഫരിസേയന്റെ വീട്ടിൽ അവൻ ഭക്ഷണത്തിനിരിക്കുന്നുവെന്നറിഞ്ഞ് ഒരു വെൺകൽ ഭരണി നിറയെ സുഗന്ധ തൈലവുമായി അവിടെ വന്നു. അവൾ അവന്റെ പാദത്തിനരികെ കരഞ്ഞുകൊണ്ടു നിന്നു. കണ്ണുനീരുകൊണ്ട് അവൾ അവന്റെ പാദങ്ങൾ കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചുംബിക്കുകയും സുഗന്ധ തൈലം പൂശുകയും ചെയ്തു. അവനെ ക്ഷണിച്ച ഫരിസേയൻ ഇത് കണ്ട് സ്വഗതമായി പറഞ്ഞു, ഇവൻ പ്രവാചകനായിരുന്നെങ്കിൽ തന്നെ സ്പർശിക്കുന്ന സ്ത്രീ ആരെന്നും ഏതു തരക്കാരിയെന്നും അറിയുമായിരുന്നു. ഇവൾ ഒരു പാപിനിയാണല്ലോ. യേശു അവനോട് പറഞ്ഞു, ശിമയോനെ, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. ഗുരു അരുളി ചെയ്താലും എന്നവൻ പറഞ്ഞു. ഒരു ഉത്തമർണന് 2 കടക്കാർ ഉണ്ടായിരുന്നു. ഒരുവൻ 500 മറ്റവൻ 50 കടപ്പെട്ടിരുന്നു. വീട്ടാൻ കഴിവില്ലാത്തത് കൊണ്ട് ഇരുവർക്കും അവൻ ഇളച്ചു കൊടുത്തു. ആ 2 പേരിൽ ആരാണ് അവനെ കൂടുതൽ സ്നേഹിക്കുക? ശിമോൻ മറുപടി പറഞ്ഞു, ആർക്ക് അവൻ കൂടുതൽ ഇളവ് ചെയ്തോ അവൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. അവൻ പറഞ്ഞു, നീ ശരിയായി തന്നെ വിധിച്ചു. അനന്തരം യേശു ആ സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ശിമയോനോട് പറഞ്ഞു, നീ സ്ത്രീയെ കാണുന്നില്ലേ? ഞാൻ നിന്റെ വീട്ടിൽ വന്നു. കാല് കഴുകുവാൻ നീ എനിക്ക് വെള്ളം തന്നില്ല. എന്നാൽ ഇവൾ കണ്ണുനീര് കൊണ്ട് എന്റെ കാലു കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചെയ്തു. നീ എനിക്ക് ചുംബനം തന്നില്ല. എന്നാൽ ഞാൻ ഇവിടെ പ്രവേശിച്ചതു മുതൽ എന്റെ പാദങ്ങൾ ചുംബിക്കുന്നതിൽ നിന്ന് ഇവൾ വിരമിച്ചിട്ടില്ല. നീ എന്റെ തലയിൽ തൈലം പൂശിയില്ല. ഇവളോ എന്റെ പാദങ്ങളിൽ സുഗന്ധ തൈലം പൂശിയിരിക്കുന്നു. അതിനാൽ ഞാൻ നിന്നോട് പറയുന്നു, ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എന്തെന്നാൽ ഇവൾ അധികം സ്നേഹിച്ചു. ആരോട് അല്പം ക്ഷമിക്കപ്പെടുന്നുവോ അവൻ അല്പം സ്നേഹിക്കുന്നു. അവൻ അവളോട് പറഞ്ഞു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അവനോടുകൂടെ പന്തിയിലിരുന്നവർ പരസ്പരം പറയാൻ തുടങ്ങി, പാപങ്ങൾ ക്ഷമിക്കുക പോലും ചെയ്യുന്നവൻ ആരാണ്? അവൻ അവളോട് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോവുക. കൈകൾ കൂപ്പി പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യ ഈശോയെ, ഈ സായാഹ്നത്തിൽ നീ പറഞ്ഞ വചനങ്ങൾ ഞങ്ങൾ ഓർക്കുന്നു. എരിയുന്ന ദീപങ്ങളുടെ മധ്യേ പ്രഭതൂകി നീ ഞങ്ങളെ നോക്കുന്നത് ഞങ്ങൾ കാണുന്നു. നിന്റെ വചനത്തെ ഈ രാവിന്റെ നിശബ്ദതയിൽ ഇരുന്ന് ധ്യാനിക്കാൻ, നിന്റെ തിരുമൊഴികളെ കുറിച്ച് ധ്യാനിച്ച് നിന്റെ ഹിതം മനസ്സിലാക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. നമുക്ക് ശാന്തമായിട്ടിരിക്കാം. ദിവ്യകാരുണ്യ ഈശോയിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, ആദ്യമേ തന്നെ ഇവിടെ ഈ സായാഹ്നത്തിലായിരിക്കാൻ അവസരം തന്ന കാരുണ്യവാനായ ദൈവത്തിന് നന്ദി പറയുന്നു. ഒത്തിരി സ്നേഹിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന പ്രിയപ്പെട്ട വൈദികരെ നന്ദിയോടെ ഓർക്കുന്നു. തമ്പുരാൻ ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്ത് നന്ദി പറഞ്ഞ് വലിയ സന്തോഷത്തോടെ ദൈവം തന്ന അനുഗ്രഹങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് ഈ സായാഹ്നത്തിൽ നമുക്കിവിടെ ആയിരിക്കും. അത് വലിയൊരു ഭാഗ്യമാണ്. തമ്പുരാന്റെ പക്കൽ വന്ന് തമ്പുരാന്റെ കൂടെ ഇരിക്കുക എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ്. ലോകം മുഴുവൻ തിരക്ക് പിടിച്ചോടുന്ന ദിവസങ്ങളിൽ, ലോകം മുഴുവൻ തിരക്ക് പിടിച്ച് ജാഗ്രതയോടെ നടക്കുന്ന നാളുകളിൽ ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് ശാന്തമായി അവന്റെ കൂടെ ഇരിപ്പാൻ ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ്. പുറപ്പാട് പുസ്തകത്തിന്റെ 33-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിനെ ഒത്തിരി സന്തോഷിപ്പിക്കുന്ന വളരെ മനോഹരമായ രംഗമുണ്ട്. ഇസ്രായേൽ ജനം കാനാൻ ദേശത്തേക്ക് യാത്ര ചെയ്യുക. അങ്ങനെ യാത്ര ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ചില സ്ഥലങ്ങളിൽ അവർ കൂടാരം അടിക്കും. അങ്ങനെ പാളയത്തിൽ അവരിങ്ങനെ വസിക്കുന്ന സമയത്ത് ഈ പാളയത്തിന് പുറത്ത് വളരെ മനോഹരമായി അവർ ഒരു കൂടാരം അടിക്കും. ആ കൂടാരത്തെ അവർ സമാഗമ കൂടാരം എന്ന് വിളിക്കും. എല്ലാ ദിവസവും വൈകുന്നേരം മോശ സമാഗമ കൂടാരത്തിലേക്ക് പോകും. അങ്ങനെ മോശ പോകുന്ന സമയത്ത് ഇസ്രായേൽക്കാർ ഓരോരുത്തരും അവരവരുടെ കൂടാരങ്ങൾക്ക് പുറത്ത് ശാന്തമായി കൈകൾ കൂപ്പി നിന്ന് പ്രാർത്ഥിക്കും. കാരണം മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ദിവസവും ഇങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു സ്നേഹിതനോടെന്ന പോലെ ദൈവം മോശയോട് സംസാരിക്കുമായിരുന്നു. അങ്ങനെ ദൈവത്തിന്റെ വചനങ്ങൾ മുഴുവൻ കേട്ട് ദൈവത്തോട് സംസാരിച്ച് വളരെ മനോഹരമായിട്ട് മോശ തിരിച്ചു നടക്കും. പക്ഷേ ഈ 33-ാം അധ്യായത്തിന്റെ 11-ാം അധ്യായം നമ്മളെ ഒത്തിരി സന്തോഷിപ്പിക്കും. മോശയുടെ സേവകനും നൂനിന്റെ പുത്രനുമായ ജോഷുവ കൂടാരം വിട്ടു പോയിരുന്നില്ല. അത്രമേൽ ദൈവത്തെ സ്നേഹിച്ചൊരു മനുഷ്യൻ, ദൈവത്തിന്റെ കൂടെ ആയിരിക്കാൻ, ദൈവത്തോട് ചേർന്നിരിക്കാൻ ജീവിതം മുഴുവൻ മാറ്റിവെച്ചൊരു മനുഷ്യൻ ജോഷുവ.
നമ്മൾ തിരുവചനത്തിൽ വായിക്കും, ദൈവം ഈ ജോഷുവയെ കൊണ്ട് എത്രയേറെ അത്ഭുതങ്ങൾ ചെയ്യിച്ചു. ലോകം മുഴുവൻ ഇങ്ങനെ തിരക്ക് പിടിച്ചോടുന്ന സമയത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ ഈ രാവിന്റെ സായാഹ്നത്തിൽ, ഈ രാവിന്റെ നിശബ്ദതയിൽ ദൈവത്തോട് കൂടെ ഇരിക്കാൻ സാധിക്കുന്നത് വലിയൊരു അനുഗ്രഹമാണ്. പക്ഷെ പറഞ്ഞു, എന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ഒരാൾക്കും എന്റെ അരികിൽ വരാൻ സാധിക്കില്ല. ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ജീവിച്ച് ദൈവത്തോട് ചേർന്നിരുന്ന് അവന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കാനായി നമ്മളെ വിളിച്ചവന് നന്ദി പറയും. ആ ദൈവത്തിന്റെ കൂടെ ഇരുന്ന് അല്പനേരം അവന്റെ തിരുമൊഴികളെ ധ്യാനിക്കാൻ. ഇന്ന് പലർക്കും സമയമില്ലല്ലോ. നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും, ഒരു ദിവസം വൈകുന്നേരം എസ്തപ്പൻ ചേട്ടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വികാരിച്ചനെ കാണാമെന്ന്. വികാരിച്ചനെ കാണാമെന്നിട്ട് എസ്തപ്പൻ ഇങ്ങനെ വികാരിച്ചോട് പറഞ്ഞു, അച്ഛാ എന്നെ മനസ്സിലായില്ലേ? അച്ഛന് മനസ്സിലായി. അച്ഛൻ വന്നിട്ട് കുറച്ചു ദിവസമേ ഉള്ളൂ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അച്ഛന് മനസ്സിലായില്ലേ, ആ വടക്ക് ഭാഗത്തുള്ള ഒരു ഷോപ്പിംഗ് മാളില്ല, അതിന്റെ മുതലാളിയാണ്, തിരക്കാണ്, കാര്യങ്ങൾ ഒത്തിരി നടക്കണം. അപ്പൊ അച്ഛൻ ചോദിച്ചു, എന്തുണ്ട് വിശേഷം? അതെ, ഇപ്പൊ അച്ഛനറിയോ, ഞാനൊരു 5 ബസ്സും കൂടെ മേടിച്ചിട്ടുണ്ട്. മൊത്തം തിരക്കാ. ആഴ്ചയിൽ ആദ്യത്തെ 3 ദിവസം ഷോപ്പിംഗ് മാൾ, അതിന്റെ ജോലിക്കാരെ, തിരക്ക്, കാര്യങ്ങള് സമയമില്ല. പിന്നെയുള്ള അടുത്ത 3 ദിവസം ബസ്, അതിന്റെ ജീവനക്കാര്, അതിന്റെ ഓട്ടം, ബാക്കി റൂട്ട്, കാര്യങ്ങൾ, ഒരുപാട് പ്രശ്നം. പിന്നെ ആകെപ്പാടുള്ളത് ഒരു ഞായറാഴ്ച. അതിപ്പോ എങ്ങനെയാ ചെയ്യാ? ഈ സ്ഥാപനത്തിന്റെയും ഈ ബസിന്റെ ഒക്കെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കണമെങ്കിൽ ഈ ഒരു ദിവസം കൂടെ എനിക്ക് ആവശ്യം. സത്യം പറയാലോ, ഇപ്പൊ പ്രാർത്ഥിക്കാൻ സമയമില്ല. അതുകൊണ്ട് അച്ഛനൊന്ന് പ്രാർത്ഥിക്ക്. എസ്തപ്പൻ ചേട്ടൻ മുട്ടുകുത്തി, ഭംഗിയായിട്ട് മുട്ടുകുത്തി കൈയും കൂപ്പി നിൽക്കാണ്. അച്ഛൻ ഇങ്ങനെ ശിരസിൽ കരങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു, കർത്താവായ ദൈവമേ, ഈ മനുഷ്യന്റെ സ്വപ്നം നീ കാണണേ, പ്രാർത്ഥിക്കാൻ സമയമില്ലല്ലോ. എത്രയോ ബസ്സുകൾ തലം കുത്തി മറിയണ്, വരണയാളുടെയാണേ അത്ര തിരക്കുറി. എത്രയോ ഷോപ്പിംഗ് മാളുകൾ കത്തിച്ചാമ്പലാണ്, ഒരെണ്ണയാളുടെയാണ് അത്ര തിരക്കുറി. നീ ഒന്ന് പ്രാർത്ഥിക്കാൻ സമയം കൊടുക്കരുത്. പ്രാർത്ഥന തീർന്നതിന് മുമ്പ് എസ്തപ്പൻ ചേട്ടൻ ചാടി എഴുന്നേറ്റ്. അച്ഛൻ എന്തുകൊണ്ട് പ്രാർത്ഥിക്കണേ? ഇത് പ്രാർത്ഥിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്, ഇതിലൂടെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ. ഇത് കേൾക്കാൻ വേണ്ടി വന്ന ആളല്ല ഞാൻ. അച്ഛനൊന്ന് വഴിക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ലാത്ത ഒത്തിരി മനുഷ്യരെ കാണുന്ന ഒരു കാലമായിരുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് ശാന്തമായിട്ട് ഇത്ര നേരം അവന്റെ കൂടെ ഇരിക്കാനുള്ള ഒരു കൃപ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ രാവിൽ, ഈ സായാഹ്നത്തിൽ ദൈവം നമ്മളെ മാത്രമായിട്ട് വിളിച്ചത് ഈ അനുഗ്രഹം പ്രാപിക്കാൻ. നീ കൂടെ ഇരിക്ക്, നിന്റെ കൃപയിൽ നീ വളരും, നിന്റെ അനുഗ്രഹത്തിൽ നീ ഉയരും. അതിനു വേണ്ടിയിട്ട് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുക. അതിനു വേണ്ടിയിട്ട് എന്റെ ദൈവം എന്നെ ഒരുക്കുകയാണ്. നമ്മളത് മറന്നു പോകരുത്. ഞാൻ എന്ന് ഓർക്കുന്നു, ജാസ്മിൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചാണ്. ഒരു ദിവസം ഞാൻ ഈ കുട്ടിയുടെ അരികിൽ വന്നപ്പോ ആ കൊച്ചിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ആ കൊച്ചിന്റെ കട്ടിലിന്റെ അടിഭാഗത്ത് നിന്ന് കുറെ വിശുദ്ധരുടെ ചിത്രങ്ങൾ ഞാൻ കണ്ടുപിടിച്ചു. അപ്പൊ ഞാൻ ആ കൊച്ചിനോട് ചോദിച്ചു, നീ എന്തിനാ ഇത് ഇവിടെ വെക്ക? ഇതിന്റെ ആവശ്യമുണ്ടോ നിനക്ക്? നിനക്ക് വേണമെങ്കിൽ ആ രൂപത്തിന്റെ മുകളിൽ വെച്ച് പ്രാർത്ഥിക്കാം. നിനക്ക് വേണമെങ്കിൽ എവിടെയെങ്കിലും നീ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് കൊണ്ട് വെക്കാം. നീ കടന്നുറങ്ങുന്നതിന്റെ ഇടയ്ക്ക് ഈ വിശുദ്ധരുടെ ചിത്രങ്ങൾ നീ എന്തിനാ വെക്കാം? അപ്പൊ ആ കൊച്ചിനോട് ചോദിച്ചു, അച്ഛനറിയോ, എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റത്തില്ല. സിസ്റ്റർ എന്നെ സ്കൂളിൽ വിടത്തില്ല. കാരണം ഞാൻ ഓടിക്കഴിഞ്ഞാൽ എന്റെ മൂക്കിൽ നിന്ന് രക്തം വരും. അതുകൊണ്ട് എനിക്ക് സ്കൂളിൽ പോകാൻ അനുവാദമില്ല. രാവിലെ ആകുമ്പോൾ എന്റെ കൂട്ടുകാരെല്ലാം സ്കൂളിൽ പോകും, ഞാൻ മാത്രമേ ഉള്ളൂ. ചില നേരത്ത് എന്റെ കാല് വല്ലാണ്ട് വേദനിക്കും. എയ്ഡ്സ് ബാധിച്ചൊരു കുട്ടിയാണ്. അങ്ങനെ വേദന കഠിനമായിട്ട് മാറുമ്പോ ഞാൻ ആ കിടന്ന കിടപ്പില് ഓരോ വിശുദ്ധരുടെയും ചിത്രങ്ങൾ എടുക്കും. ഞാൻ നോക്കിയിരുന്നു പ്രാർത്ഥിക്കും. ദൈവം എന്റെ വേദന മാറ്റാറുണ്ട് അച്ഛൻ. ദൈവം എന്നെ അനുഗ്രഹിക്കാറുണ്ട് അച്ഛൻ. ഞാൻ ജീവിതത്തിൽ കേട്ട മനോഹരമായ ഒരു പ്രാർത്ഥനകളിൽ ഒന്നായിരുന്നു അത്. ജീവിതം മുഴുവൻ ദൈവത്തോട് കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുക. എന്റെ വേദനകളെ കുറിച്ച് ആകുലപ്പെടാതെ, എന്റെ നൊമ്പരങ്ങളെ കുറിച്ച് സങ്കടപ്പെടാതെ, ദൈവം എന്റെ തമ്പുരാൻ എനിക്ക് തന്ന അനുഗ്രഹങ്ങളെ നന്ദിയോടെ ഓർത്ത് എന്റെ സഹനങ്ങളെ അവന്റെ മുമ്പിൽ സമർപ്പിച്ച് എളിമയോടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പെൺകുട്ടി. ഈ വചന ശുശ്രൂഷയുടെ നേരത്ത് നമ്മൾ ഓർക്കണം, ഒത്തിരി തിരക്കുകളുള്ളവരാണ് നമ്മൾ. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് തമ്പുരാന്റെ കൂടെ ഇരിക്കാൻ ഞാൻ ഒരിക്കലും മറന്നു പോകരുത്. എന്റെ ജീവിതത്തിൽ എന്റെ പരിമിതമായ അറിവുകളുടെ വെളിച്ചത്തിൽ ഞാൻ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും തിരക്കുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു, നസറായനായ യേശു. ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം അനുസരിച്ച് അവൻ തന്റെ പരസ്യ ജീവിതം ആരംഭിച്ചത് മുതൽ പിന്നെ ഒരു ദിവസം പോലും നേരെ നിൽക്കാൻ അവന് സമയം ഉണ്ടായിരുന്നില്ല. ജനക്കൂട്ടം, തിരക്ക്, കാര്യങ്ങൾ എന്നും തിരക്ക. പക്ഷേ 4 സുവിശേഷകന്മാരും ആവർത്തിച്ച് പറയുന്ന വചനമുണ്ട്, രാത്രിയിൽ അവൻ മലമുകളിലായിരുന്നു. പ്രഭാതത്തിൽ ഉണർന്ന് അവൻ ഒരു വിജന പ്രദേശത്തേക്ക് പോയി. എന്താ കാരണം?
എത്ര തിരക്കൊണ്ടായിട്ടും തന്റെ പിതാവിന്റെ അരികിൽ പോയി ശാന്തമായിരുന്നു പ്രാർത്ഥിക്കാൻ ഒരു ദിവസം പോലും തമ്പുരാൻ മറന്നില്ല. ഈ ഒരു വലിയ മാതൃക ഉൾക്കൊണ്ട് നമുക്ക് ഇന്നത്തെ വചനഭാഗത്തേക്ക് വരാം. ദൈവം അനുഗ്രഹിക്കുന്ന ഈ സായാഹ്നത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 35 മുതലുള്ള തിരുവചനങ്ങളാണ്. നമ്മൾ ഒത്തിരി വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വചനഭാഗമാണ്. യേശു ഒരു ഫരിസേയന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയി. നമുക്കറിയാം, ആര് വിളിച്ചാലും ഉടനെ പോകുന്നൊരു സ്വഭാവം കർത്താവിനുണ്ട്. നമ്മൾ വചനത്തിൽ വായിച്ചു കേട്ടു. എങ്ങനെയാണ് വായിച്ചെന്നറിയോ? ഫരിസേയരിൽ ഒരുവൻ തന്നോടൊത്ത് ഭക്ഷണം കഴിക്കാൻ അവനെ ക്ഷണിച്ചു. അടുത്ത വാചകം, യേശു അവന്റെ വീട്ടിൽ പ്രവേശിച്ചു, ഭക്ഷണത്തിന് ഇരുന്നു. ഒന്നും വിളിക്കേണ്ട താമസമുള്ളൂ, ചെന്നു. അതിനിടയ്ക്ക് വേറൊരു വചനമില്ല. അവനോടൊത്ത് ഭക്ഷണം കഴിക്കാൻ ഒരു ഫരിസേയൻ ക്ഷണിച്ചു, യേശു അവന്റെ വീട്ടിൽ പ്രവേശിച്ചു കഴിഞ്ഞു. എന്റെ ദൈവത്തെ ഞാനൊന്ന് വിളിക്കേണ്ട താമസമുള്ളൂ, എന്റെ ഹൃദയത്തിൽ വസിക്കുക. അതുകൊണ്ടല്ലേ വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 20-ാം തിരുവചനം നമ്മൾ എത്ര ശ്രദ്ധയോടെ വായിക്കണം. ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും വാതിൽ തുറന്ന് എന്നകത്ത് പ്രവേശിപ്പിച്ചാൽ ഞാനും അവനും ഒരുമിച്ച് ഭക്ഷണത്തിനിരിക്കും. തമ്പുരാനൊന്ന് വിളിക്കേണ്ട കാര്യമുള്ളൂ, അവനോടി അവന്റെ അരികിൽ വരും. എന്നിട്ട് എന്താ സംഭവിച്ചത്? അപ്പോൾ ആ പട്ടണത്തിലെ പാപിനിയായൊരുവൾ ഫരിസേയന്റെ വീട്ടിൽ യേശു ഭക്ഷണത്തിനിരിക്കുന്നു എന്നറിഞ്ഞ് ഒരു വെൺകൽ ഭരണി നിറയെ സുഗന്ധ തൈലവുമായി യേശുവിനെ കാണാം. അടുത്ത വാചകം നമ്മൾ ശ്രദ്ധിക്കണം. അവൾ അവന്റെ പാദത്തിനരികെ കരഞ്ഞുകൊണ്ട് നിന്നു. തമ്പുരാന്റെ പാദത്തിനരികെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന പാപിനിയായ ഒരുവൾ. തിരുവചനം ആവർത്തിച്ച് വായിക്കുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിന്ന്? അവൾക്കറിയാമായിരുന്നു അവളുടെ അയോഗ്യത. അവന്റെ മുമ്പിൽ ഒന്ന് നേരെ നിൽക്കാനുള്ള യോഗ്യതയില്ലെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെയാ അവൾ അവിടെ നിന്ന് കരഞ്ഞത്. ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 10 കുഷ്ഠരോഗികൾ എന്താ ചെയ്തേ? അവർ അകലെ നിന്ന് മാറി നിന്ന് നിലവിളിച്ചു എന്ന വചനം പറയാം. അവർക്കറിയാമായിരുന്നു അവരുടെ അയോഗ്യതകളെ കുറിച്ച്. തമ്പുരാന്റെ പക്കൽ അവന്റെ പാദത്തിനരികെ കരഞ്ഞുകൊണ്ട് എളിമയോടെ നിൽക്കുന്ന ഈ സ്ത്രീ നമുക്കൊരു വലിയ ചിഹ്നമാണ്. ഈശോ പറഞ്ഞൊരു വചനമുണ്ട്. കാരണം ഇവൾക്കറിയാമായിരുന്നു വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 4-ാം തിരുവചനം. ഇത് പറഞ്ഞവന്റെ മുമ്പിലെ ഞാൻ വിലപിച്ചുകൊണ്ട് നിൽക്കുന്നുള്ള പൂർണ്ണ ബോധ്യം അവൾക്കുണ്ടായിരുന്നു. അവളുടെ തെറ്റുകളെ കുറിച്ചുള്ള പൂർണ്ണ ബോധ്യം അവൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ എളിമയോടെ കണ്ണുനീരോടെ അവന്റെ പാദാന്തികത്തിൽ നിന്ന് കരയാൻ. സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകത്തിന്റെ 12-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, അനുതാപത്തോടെ നിന്ന് കരയുന്ന ഒരു മനുഷ്യന്റെ ചിത്രം ദാവീദിൽ നിന്ന് കരയാണ്. തെറ്റുപറ്റി എന്നുള്ള പൂർണ്ണ ബോധ്യം മനസ്സിൽ തട്ടിക്കഴിഞ്ഞപ്പോ ദാവീദ് വന്ന് തമ്പുരാന്റെ മുമ്പിൽ വന്നിരുന്ന് കരയാ. ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ ചാരം പൂശി ചാക്കു ധരിച്ചു ഈ ദാവീദ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്, ദൈവമേ ഞാൻ പാപം ചെയ്തു പോയി, കരുണ തോന്നണം. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 23-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. പത്രോസ്, അവന് മനസ്സിലായി എനിക്ക് തെറ്റുപറ്റി. പത്രോസ് നിലവിളിച്ച് കരയാണ്. മനം നൊന്ത് കരഞ്ഞു എന്ന് നമ്മൾ വചനത്തിൽ വായിക്കും. ഈ പാപിനിയെ കുറിച്ച് ധ്യാനിക്കുമ്പോ നമ്മുടെ മനസ്സിൽ ഇടയ്ക്കെങ്കിലും ഉണ്ടാവേണ്ട ഒരു ചിന്തയുണ്ട്, എന്നെങ്കിലും എന്റെ പാപത്തെ ഓർത്ത് ഉള്ളു തുറന്നൊന്ന് കരയാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? തിരുവാരാധനയുടെ സമയത്ത് അവന്റെ അൾത്താരയുടെ അരികിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോ എന്തെങ്കിലും ഒരു തുള്ളി കണ്ണുനീർ എന്റെ ദൈവമേ എനിക്ക് തെറ്റുപറ്റി എന്നുള്ള ബോധ്യത്തോടെ ഉള്ളു തുറന്നൊന്ന് പറയാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? അത് വലിയൊരു പുണ്യമാണ്. എന്റെ തെറ്റുകളെ കുറിച്ച്. അതുകൊണ്ടല്ലേ ഈശോ കുരിശും കൊണ്ട് പോകുന്ന രംഗമുണ്ട്. ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അവൻ കുരിശുമായിട്ട് ചെല്ലുമ്പോ ഒത്തിരി പേര് വന്നിന്ന് കരയുന്നുണ്ട് വഴിയുടെ സൈഡില്. എന്താ ഈശോ അവരോട് പറഞ്ഞത്? നിങ്ങളെയും നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയണം, വേറൊന്നും ആവശ്യമില്ല. എന്റെ പാപങ്ങൾ ഓർത്ത്, ദൈവമേ എന്റെ അകൃത്യങ്ങൾ നിന്റെ മുമ്പിൽ സൃഷ്ടിക്കുന്ന, എന്റെ പാപങ്ങൾ നിന്റെ മുമ്പിൽ നിർമ്മിച്ചു കൂട്ടുന്ന വലിയ വലിയ ദുഃഖങ്ങളെ ഓർത്ത് അനുതാപത്തോടെ അവന്റെ മുമ്പിലിരുന്ന് ഒരു തുള്ളി കണ്ണുനീര് വീഴ്ത്താൻ മാത്രം ഞാൻ എളിമപ്പെടണം. അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഞാൻ ഓർക്കുന്നു, ഇന്ന് 2 ദിവസം മുമ്പ് ഞാൻ ഇങ്ങോട്ട് വരുന്ന 2 ദിവസം മുമ്പ് രാവിലെ എല്ലാ മാസവും തുടക്കത്തിൽ ഒരു മനുഷ്യൻ എന്റെ മുറിയിൽ വരാറുണ്ട്. അദ്ദേഹം പറയും, അച്ഛൻ 3 കുർബാന ചൊല്ലണം. ഇതിങ്ങനെ 3-4 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എല്ലാ മാസവും ഇങ്ങനെ 3 കുർബാന ചൊല്ലുന്നത് അയാളുടെ 3 മക്കൾക്ക് വേണ്ടിയാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാ ഇങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ കുർബാന ചൊല്ലുന്നത്, എല്ലാ മാസവും ഇങ്ങനെ? അച്ഛൻ വായിച്ചിട്ടില്ലേ ജോബിന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യം? ആഘോഷങ്ങൾ കഴിഞ്ഞ് ജോബ് എന്താ ചെയ്തെന്നറിയോ?
ജോബ് തന്റെ മക്കളെ എല്ലാം അതിൽ ആരെങ്കിലും പാപം ചെയ്യുമോ എന്ന് പേടിച്ച് ആ മക്കളെ മുഴുവൻ കൂടെ നിർത്തി അവൻ വിശുദ്ധീകരിക്കുമായിരുന്നു. എന്നിട്ട് അവർക്ക് വേണ്ടി അവൻ ബലിയർപ്പിക്കുമായിരുന്നു. എന്റെ മക്കൾ വിശുദ്ധിയിൽ വളരാൻ എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് എല്ലാ മാസവും ഞാൻ മുടങ്ങാതെ അവർക്ക് വേണ്ടി ബലിയർപ്പിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, തിരുസന്നിധിയിൽ നിന്ന് വചനം ധ്യാനിക്കുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവന്റെ പാദത്തിനരികെ വന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന പാപിനിയായ ഈ സ്ത്രീ, നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്നെങ്കിലും എന്റെ പാപങ്ങളെ ഓർത്ത് ദൈവമേ എനിക്ക് തെറ്റിപ്പോയി എന്നുള്ള ബോധ്യത്തോടെ ഉള്ളു തുറന്നൊന്ന് കരയാൻ പറ്റിയിട്ടുണ്ട്. എന്റെ മക്കളുടെ അകൃത്യങ്ങൾ ഓർത്ത് ദൈവമേ ഞാൻ അനുഭവിക്കുന്നു, എന്റെ മക്കൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ അവന്റെ സന്നിധിയിൽ ഞാൻ ഇരിക്കാറുണ്ടോ? അത് വളരെ പ്രധാനപ്പെട്ടതാണ്. തിരുസന്നിധിയിൽ ഇരുന്ന് ഞാൻ മനസ്സിൽ ധ്യാനിക്കേണ്ട ഒരു ചിന്തയാണിത്. ഈ പാപിനിയായവൾ എന്തുകൊണ്ടാ അങ്ങനെ വന്നു കരഞ്ഞ്? അവൾക്ക് ബോധ്യമുണ്ടായിരുന്നു, നീ കരയുന്നത് പാപങ്ങൾ ക്ഷമിക്കാൻ കഴിയുന്നവന്റെ മുമ്പില. നീ ഇന്ന് കഴിയുന്നത് നിന്നെ അനുഗ്രഹിക്കാൻ മാത്രമായിട്ട് നിന്റെ സന്നിധിയിൽ വന്നിരിക്കുന്നവന്റെ മുമ്പില. ആ ബോധ്യത്തോടെ അവള് കരയുക. ആ വലിയ വിശ്വാസത്തോടെ അവൾ മാറി നിന്ന് തമ്പുരാന്റെ പാദത്തിന്റെ അരികിൽ നിന്ന് കരയാ. ദൈവമേ, വിലപിക്കുന്നവർ ഭാഗ്യവാരാണെന്ന് നീ പറഞ്ഞല്ലോ. എന്റെ മുമ്പിലിരുന്ന് അനുതാപത്തോടെ ഒന്ന് കരയാൻ എനിക്ക് സാധിക്കണം. ഞാൻ അനുതാപത്തോടെ കരയുമ്പോ എന്താ സംഭവിക്കുന്നത്? ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 7-ാം തിരുവചനം, അനുതപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷം ഉണ്ടായിരിക്കും. പറഞ്ഞൊരു വചനം. ഈ വചനത്തിന്റെ സൗന്ദര്യം എന്താണെന്ന് നമുക്ക് അറിയണമെങ്കിൽ തിരുവചനങ്ങൾ മുഴുവൻ ആഴത്തിൽ ഒന്നുകൂടെ പരിശോധിക്കണം. അതായത് അനുതപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടെന്ന് എന്ന് പറഞ്ഞാൽ, ഞാൻ അനുതപിക്കുമ്പോ സ്വർഗം സന്തോഷിക്കും, സ്വർഗത്തിലെ മാലാഖമാര് സന്തോഷിക്കും, സകല സ്വർഗവാസികളും ഒരുമിച്ച് സന്തോഷിക്കുന്ന ഒരു അവസരമാണ് എന്റെ അനുതാപം, എന്റെ പാപങ്ങളെ കുറിച്ചുള്ള എന്റെ ബോധ്യം. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഏടുകളിലൂടെ ചലിപ്പിക്കുമ്പോ ഈ സ്വർഗം സന്തോഷിക്കുന്നു എന്ന് പറയുന്ന വചനങ്ങൾ വളരെ ചുരുക്കം. നിങ്ങൾ മുഴുവൻ വായിച്ചു നോക്കി. ജോബിന്റെ പുസ്തകം 37 വായിന്ന് മനസ്സിലാകും. ദൈവം ഭൂമിക്ക് സൃഷ്ടികർമ്മം നടത്തിയപ്പോ മാലാഖമാര് സന്തോഷിച്ചു. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 14-ാം തിരുവചനം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. വെളിപാട് പുസ്തകത്തിന്റെ 19-ാം അധ്യായം കുഞ്ഞാടിന്റെ വിവാഹ വിരുന്ന്. അവിടെ വലിയൊരു സന്തോഷത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ദൈവം ഭൂമിക്ക് അടിസ്ഥാനമിട്ട പോലെ, ദൈവപുത്രന്റെ ജനനം പോലെ, സഭ സ്വർഗത്തിലെത്തുന്ന മനോഹരമായ നിമിഷം പോലെ അത്രമേൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു പാപിയുടെ മാനസാന്തരം. എന്റെ പാപങ്ങളെ കുറിച്ച് ഉള്ളു തുറന്ന ബോധ്യത്തോടെ അവന്റെ സന്നിധിയിൽ വന്ന് എളിമയോടെ ഞാൻ പ്രാർത്ഥിക്കുന്ന നിമിഷം എന്റെ ആത്മാവിന്റെ തിളക്കം എന്റെ തമ്പുരാന്റെ സന്നിധിയിൽ എത്തുകയാണ്. സകല സ്വർഗവാസികളും ഒരുമിച്ച് സന്തോഷിക്കുകയാണ്. ഈ ഒരു അനുതാപത്തിലേക്കാണ് പാപിനിയായ സ്ത്രീ നമ്മളെ വിളിക്കുന്നത്. ദൈവം തന്ന അനുഗ്രഹങ്ങൾ ഓർത്ത് നന്ദി പറഞ്ഞ് അവന്റെ മുമ്പിൽ ഇരിക്കുമ്പോ എന്റെ മുമ്പിൽ ആദ്യമേ വരേണ്ട ഒരു ചിന്തയാണ്, ദൈവമേ എന്റെ പ്രിയപ്പെട്ടവരെ കുറിച്ച്, നീ എനിക്ക് തന്ന സൗഭാഗ്യങ്ങളെ ഓർത്ത്, തമ്പുരാനെ നീ തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ മക്കളെ ഓർത്ത് അനുതാപത്തോടെ നിന്റെ സന്നിധിയിൽ ഒന്നിരുന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് സാധിക്കണം. നമുക്ക് വീണ്ടും തിരുവചന ഭാഗത്തേക്ക് വരാം. അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? ഫരിസായന്റെ റോളിലേക്ക് നമ്മൾ വരിക. അവളവിടെ ഇരുന്ന് കരയുന്നു. ഉടനെ ഫരിസായൻ വല്ലാത്തൊരു വചന പറയുന്നത്,